ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. ഞാനിതാ ഇങ്ങനെ എൻ്റെ സീരീസ് കാണലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നിരുന്നിട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം സമയം പോയത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് 1 മണിയായി, എന്തെങ്കിലും കഴിക്കണമല്ലോ. എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാനതൊക്കെ പോസ് ചെയ്തിട്ട് എൻ്റെ കിച്ചണിലേക്ക് പോവുകയാണ്. സോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഇത് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെക്കാറാണ്. വൈറ്റ് റൈസ്, നമ്മുടെ ബസുമതി റൈസ്. അപ്പം എന്താ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അതൊരു 2-3 ഡേയ്സ് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലാണ്ട്. അതിനകത്തുനിന്ന് വേണ്ട റൈസ് മാത്രം ഞാൻ ഓരോ ഡെയിലി യൂസ് ചെയ്യും അങ്ങനെ. അപ്പം ഞാനൊരു കുഞ്ഞ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ഒരു വെജ് പുലാവെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം എൻ്റെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തന്നെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡയറ്റും ജിമ്മിൽ പോക്കും ഒക്കെ തുടങ്ങിയതിന് ശേഷം ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര കൺട്രോൾഡാണ്. അതായത് നമ്മൾ ഡയറ്റ് എടുക്കുന്നുണ്ട്, കാലറി ഡെഫിസിറ്റ് ഡയറ്റാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ റൈസ് കഴിക്കാറുള്ളൂ, ഞങ്ങൾ രണ്ടുപേരും. റൈസ് അതും വളരെ 100 ഗ്രാം ക്വാണ്ടിറ്റിയിലൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ്. അപ്പം മടിയുള്ള ദിവസങ്ങൾ, അതുപോലെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. കാരണം ഒരുപാട് വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിലേക്ക് പൊക്കോളുമല്ലോ. നമ്മൾ സെപ്പറേറ്റ് ഉപ്പേരിയോ അല്ലെങ്കിൽ കറിയോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് എല്ലാ വെജിറ്റബിൾസും ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് റൈസിൻ്റെ കൂടെ ഒന്നിച്ച് സോട്ട് ചെയ്താൽ മതിയല്ലോ. നല്ലൊരു ഐഡിയ ആണ്. അപ്പം ഇന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കേടെല്ലാം തീർന്നു, ഇനി വാങ്ങിക്കണം യോഗട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്ഷൻ ആയതുകൊണ്ട് ഞാനിതാ എൻ്റെ ഗരം മസാലയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതെല്ലാം സോട്ട് ചെയ്തു. ഇനി ഇതൊന്നായിട്ട് വേണം തക്കാളിയും കൂടെ ഇടണം. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വഴണ്ട് വന്നാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഗ്രേവി റെഡിയാവും. പിന്നെ ഞാനൊരു സാധനം കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് ഗ്രീൻ പീസ്, അതായത് ഫ്രോസൺ ഗ്രീൻ പീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കുറച്ച് അതിനകത്തേക്ക് വാരിയിട്ടു. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ കുറേ വെജിറ്റബിൾസ്, കുറച്ച് ചോറും, ഭയങ്കര നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണത്. പിന്നെ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻ ബിരിയാണി കഴിക്കാനായിരുന്നു ഒരു ആഗ്രഹം, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതങ്ങനെ ജസ്റ്റ് ടൈ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ വഴറ്റി അതൊന്ന് ആയിട്ട് ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി ഓഫ് റൈസ് അതിനകത്തേക്ക് ഇടുകയാണ്. ജസ്റ്റ് 2.5 തവി, അതായത് ഒരു 100 ഗ്രാം ഉണ്ടാവുള്ളൂ. അത് 100 ഗ്രാം ഉണ്ടാവില്ല ചിലപ്പോൾ, അത് കുഞ്ഞു തവിയാണ്. അപ്പോൾ അത്രയും ചോറ് അതിനകത്തേക്ക് ഇട്ടു. ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമ്മുടെ ചോറ് റെഡിയായി. കുറച്ച് ഉപ്പൊക്കെ നോക്കണം, ടേസ്റ്റ് ഉണ്ടോ. കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, നല്ലതാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയായി. ഇനി അത് ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോവാണ്. അതത്രയും കുറച്ച് ചോറുള്ളെങ്കിൽ പോലും ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ വല്ലുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ട് വീണ്ടും ഞാൻ എൻ്റെ TV കാണൽ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നങ്ങനെ എൻ്റെ വീക്കിൻ്റെ ഒരു പകുതി ദിവസം ഇവിടെ തീർന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.